welcome back to our class. Okay, so today we are going to discuss a new question. So എന്താണ് നമ്മൾ പരീക്ഷയ്ക്ക് ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റും ഒരേപോലെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം നോക്കി ഇവിടെ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇത് പേപ്പർ ബോട്ട് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് എ പേപ്പർ ബോട്ട്സ് ദ ബോയ്, നമ്മുടെ എൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബോയ്ക്ക് ഒരു പേപ്പർ ബോട്ട് ഗിഫ്റ്റ് കൊടുത്തു. നമുക്കറിയാം അത് നമ്മുടെ ക്ലാസ് എന്താണ് പാഠത്തിന്റെ അവസാനത്തേക്ക് വരുന്ന പോയിന്റ് ആണ്. ആൻഡ് അവൻ എന്ത് ചെയ്യുന്നത് പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുത്തത് അല്ലേ. ദ ബോയ് വാസ് സർപ്രൈസ്ഡ്. അവനാണെങ്കിൽ അത് കണ്ടപ്പോൾ ആകെ ഞെട്ടിത്തെറിച്ച് കോരിത്തെറിച്ച് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവൻ എന്ത് കൊടുക്കുന്നത്, ഒരാളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. when Anna's boat was caught in a heap of mud, അന്നയുടെ ബോട്ട് എന്താണ് ആ ചെളിയിൽ പൂണ്ടുപോയ സമയത്ത് അല്ലേ, the boy jumped into the stream. അവൻ എന്ത് ചെയ്തു, ഒരു ഒറ്റയടിക്ക് ജമ്പ് ചെയ്തു, എടുത്ത് ചാടി എന്ത് ചെയ്തു, നമ്മുടെ അന്നയുടെ ബോട്ട് ചെളി കൊണ്ടുവന്നൊക്കെ എടുത്ത് എന്താണ് പൊക്കി കൊണ്ടുവന്നത് ആരാ, നമ്മുടെ ഫാറ്റ് ബോയ് ആണല്ലേ. pull the boat out of the water and gave it to Anna. അവനാണ് എന്ത് ചെയ്തത്, ഇതെടുത്ത് അന്നയ്ക്ക് കൊടുത്തത്. അപ്പൊ ഇവിടെ നോക്ക്, ദിസ് ഇസ് ദ പോർഷൻ ഫ്രം ആ ചാപ്റ്റർ. ഈ ഭാഗം നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മുടെ പാഠഭാഗമാണെന്നുള്ളത് നമുക്കറിയാം. ഇനിയുടെ മക്കൾ ഇവിടെ നോക്ക്, ഇവിടുത്തെ ചോദ്യം എന്താ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചേ. when Anna had left the place, the boy thought about the events happened. അന്ന അവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ ബോയ് എന്താ ചെയ്യുന്നത്, അവൻ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അന്ന് അവിടെ ഉണ്ടായത് ഫസ്റ്റ് അന്ന വരുന്നു, അന്ന ബോട്ട് ഇറക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ദേഷ്യം പിടിച്ച് അന്നയുടെ ബോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലിട്ട് മുക്കുന്നു. അന്ന ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ഇവൻ വിചാരിച്ചത് അന്ന വീട്ടിൽ പോയിട്ട് ആരെങ്കിലും എന്ത് ചെയ്യും, കൂട്ടി കൊണ്ടിട്ട് വരും, എന്നിട്ട് ഇവന് നല്ല വഴക്ക് പറയുന്ന വിചാരിച്ച്. പക്ഷേ അന്ന എന്താ ചെയ്തത്, അന്ന അവനടക്കമുള്ള ബോട്ടുമായിട്ടാണ് എന്ത് ചെയ്ത് തിരിച്ചു വന്നതല്ലേ. അപ്പൊ അവനിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നോക്കും ഇവിടെ റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ ബോയ്. ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്, നമ്മൾ അന്നയുടെ തോട്ട്സ് എന്ത് ചെയ്യണം, നമ്മളിവിടെ എഴുതണം. ഓക്കെ, എന്താ നമ്മൾ എഴുതാം, കാരണം ആദ്യം എന്താണ് അവന് ഒത്തിരി ഇഷ്ടമില്ലെങ്കിൽ ലാസ്റ്റിലേക്ക് നമ്മുടെ കഥ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും എന്തായി, അന്നയും നമ്മുടെ ബോയ് എന്താ നല്ല ഫ്രണ്ട്സ് ആവുന്ന നമ്മൾ കാണും. അത് നമ്മളിവിടെ എഴുതണം. ഓക്കെ, എങ്ങനെയാണ് നമ്മളെ തോട്ട്സ് എഴുതുക, എന്തായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക, ഇവിടെ നോക്ക്. Anna is a good girl. അയ്യോ അന്ന ഒത്തിരി നല്ലൊരു കുട്ടിയാണല്ലോ. ഷീ സോ ഫ്രണ്ട്ലി. അവൾ എന്താണ് നല്ല ഫ്രണ്ട്ലി ആണല്ലേ. അവൾ എൻ്റെ അടുത്ത് എന്ത് രസകരമായിട്ട് നിന്നത്. പിന്നീട് there are a lot to learn from her. there are ഒത്തിരി കാര്യങ്ങൾ to learn എന്ന് പറഞ്ഞാൽ എന്താ, പഠിക്കാം. അപ്പൊ അന്നയുടെ കയ്യിൽ നിന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അന്നയുടെ കയ്യിൽ നിന്നും പഠിക്കാനുണ്ട്. if I can be her friend, എനിക്ക് അവളുടെ കൂട്ടുകാരനാവാൻ സാധിച്ചാൽ I am sure, എനിക്ക് ഉറപ്പുണ്ട്, I will become a good boy. ഞാൻ എന്താ തീർച്ചയായിട്ടും എനിക്ക് എന്താകാൻ പറ്റും, എനിക്ക് നല്ല കുട്ടിയാകാൻ പറ്റും. ടുമോറോ ഐ വിൽ ബ്രിങ് ഫ്ലവേഴ്സ് ഫോർ ഹർ. നാളെ ഞാൻ എന്ത് കൊണ്ടുവരും, അവൾക്ക് വേണ്ടി പൂക്കൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ പൂക്കൾ കൊണ്ടുവരും. എന്തുകൊണ്ടാണ് ഞാൻ അവൾക്ക് പൂക്കൾ കൊടുക്കുന്നത്, ഫസ്റ്റ് ടൈം someone gave me a gift അല്ലേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് എന്ത് ചെയ്യുന്നത്, ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ഇൻ മൈ എൻറ്റയർ ലൈഫിലെ ഇതുവരെയുള്ളതിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു സമ്മാനം തരുന്നത്. അപ്പോൾ അത് അന്നയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്ത് ചെയ്യുക, അവൾക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ എന്തുണ്ട് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വീട്ടുമുറ്റത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി പൂക്കളൊക്കെ പറിച്ച് എന്ത് ചെയ്യുക, നാളെ എനിക്ക് അന്നയെ കാണാൻ പോകാം. ഇത്ര എഴുതാൻ എൻ്റെ മക്കൾ നോക്ക്, നമ്മുടെ ഒത്തിരി സെറ്റല്ലേ. ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റിക്കാതെ നല്ല കറക്റ്റ് പങ്ക്ച്വേഷൻ നോക്കിയിട്ട് എഴുതണം. അതായത് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റ് യൂസ് ചെയ്യണം. സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ കറക്റ്റ് ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ ഇടണം. ഒരു ചോദ്യം പോലുള്ളതാണെങ്കിൽ ചോദ്യചിഹ്നം ഇടണം. അതിശയം പോലുള്ളതാണെങ്കിൽ നമ്മൾ മറ്റേ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇല്ലേ, നമുക്കല്ലേ വാവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദേ പറയുന്ന ഈ ഒരു വരയും അടിയിൽ ഒരു കുത്തുമ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് കറക്റ്റ് നിങ്ങൾ ഇടണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് എന്താണ് വളരെ പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഡോണ്ട് സ്കിപ്പ് എനി മോർ വീഡിയോസ്, എനി മോർ ക്ലാസ്സസ്. ഓക്കെ, ദിസ് ഇസ് എ വെരി ക്രൂഷ്യൽ ടൈം ഓഫ് അവർ എക്സാം അല്ലേ. അപ്പോൾ ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ്